റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മകളുടെ വലിയ പ്രവർത്തനം കേരളത്തിൽ പ്രത്യേകിച്ച് ശക്തി ആർജിക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, മിൻഹാജ് മോൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗം കുട്ടികൾ, സംഘടനകൾ, കുടുംബശ്രീക്കാരൊക്കെ സഹകരിക്കുന്ന സമയത്ത് ഒരുപാട് റെസിഡൻസ് അസോസിയേഷനുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നമ്മുടെ മിൻഹാജ് മോനെ ചേർത്ത് പിടിക്കുന്ന, സഹായിക്കുന്ന ഈ പരിപാടിയിലേക്ക് ആദ്യമായിട്ട് ഒരു സംഘടനയെ, ഒരു റെസിഡൻസേ വന്നുള്ളൂ. ആ റെസിഡൻസിൻ്റെ പേരാണ് മലയക്കോട് റെസിഡൻസ് അസോസിയേഷൻ സിയാകണ്ടം എന്ന് പറയുന്നത്. മറ്റൊരാളുടെയും പേര് ഞാൻ നിലവിൽ എൻ്റെ ഓർമ്മയിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ആളുകളുണ്ടാവുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ആളുകളെ സഹായിക്കുക, അതിനപ്പുറത്തേക്ക് മറ്റുള്ള ആളുകൾക്കൊരു പ്രയാസം വരുമ്പോൾ അവിടെയും ഇടപെടാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ആ അധികാര പരിധിയിലുള്ള ആളുകൾക്ക് നല്ല സഹായങ്ങളായിട്ട് പോവാറുണ്ട്. ആ പരിധിയിലെ ആളുകളെ ആദരിക്കുന്ന ആളുകളെ അങ്ങനെ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിലെ പൊതുവിഷയങ്ങളിൽ പുറമെയുള്ള ആളുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. ഒറ്റക്കെട്ടായിട്ടാണ് അവരിങ്ങോട്ട് വന്നിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ എല്ലാവരും മനസ്സു നിറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മലയക്കോട് റെസിഡൻസ് അസോസിയേഷൻ നൽകിയ തുക 1,00,000 രൂപ ഓഫീസിലേക്ക് എത്തിക്കൊണ്ടാണ് അവർ നമ്മളെ ചേർത്ത് പിടിച്ചത്, മിൻഹാജ് മോനെ ചേർത്ത് പിടിച്ചത്. ഓരോ വീട്ടുകാരോടും, ഇതിൻ്റെ അധികാര പരിധിയിലുള്ള എല്ലാ വീട്ടുകാരോടും, സഹായിച്ച പ്രിയപ്പെട്ടവരോട്, നേതൃത്വത്തിനോട്, എല്ലാവരോടും ഈ നാടിൻ്റെ ജനകീയ കമ്മിറ്റിയുടെ, മിൻഹാജിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി തുക കമ്മിറ്റി ഭാരവാഹികൾ ഏറ്റുവാങ്ങുകയാണ്.